ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. തീരുമാനം ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ തീരുമാനം ഏകകണ്ഠേനയെന്ന് മല്ലികാർജുൻ ഖാർഗെ. Sri B. Sudarshan Reddy Garu is one of the India's most distinguished and progressive jurists, Chief Justice of Guwahati High Court and Judge of the Supreme Court. It is not just a battle, it is an ideological battle, and all the opposition party agreed on this. That's why we are contesting unitedly. The opposition parties have nominated Sri B. Sudarshan Reddy Garu as their joint candidate since he reflects fully and values that saved our country's freedom movement. So this is the name, and we had meeting just now and everybody consented and agreed this name. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, ജസ്റ്റിസ് ബി സുദർശനൻ റെഡ്ഡിയെ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുകയാണ്. എന്തെല്ലാമാണ് മറ്റ് വിവരങ്ങൾ? തീർച്ചയായും ഇന്ത്യ സഖ്യം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തായാലും വളരെ നിർണായകമായൊരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. കൂടാതെ ഐക്യകണ്ഠേനയാണ് ഇന്ത്യ സഖ്യം തീരുമാനമെടുത്തത് ബി സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. കൂടാതെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന നേതാക്കളെല്ലാം ഒരു യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്തു. മല്ലികാർജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് ഔദ്യോഗികമായി ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ബി സുദർശൻ റെഡ്ഡി റിട്ടയർഡ് ജസ്റ്റിസ് ആണ്. അദ്ദേഹം നേരത്തെ സുപ്രീം കോടതി മുൻ ജഡ്ജിയായിരുന്നു. കൂടാതെ ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഗോവയിലെ ആദ്യ ലോകായുക്ത കൂടിയായിരുന്നു. എന്തായാലും ഈ മാസം 21-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഔദ്യോഗികമായൊരു തീരുമാനം ഇന്ത്യ സഖ്യത്തിൻ്റെതായി വന്നിരിക്കുന്നു. അതിൽ ഒരു പോരാട്ടം എന്ന രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മത്സരം എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇതോടെ രണ്ട് മുന്നണികളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യ സഖ്യം ബി സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോൾ CP രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. എന്തായാലും ഒരു മത്സരം എന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം. ഇന്ന് മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ്, ഇന്ത്യ കക്ഷി നേതാക്കളുടെ യോഗത്തിന് ശേഷമാണ് ഔദ്യോഗികമായൊരു പ്രഖ്യാപനം ഉണ്ടായത്. പ്രധാനപ്പെട്ട നേതാക്കൾ MA ബേബി, അതോടൊപ്പം തന്നെ ശരത് പവാർ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷമാണ് മല്ലികാർജുൻ ഖാർഗെയാണ് ഔദ്യോഗികമായി ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ബി സുദർശൻ റെഡ്ഡിയുടെ പേര് ഏകകണ്ഠേനയാണ് തെരഞ്ഞെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിരിക്കുന്ന ഈ അടുത്ത മാസം 9-നാണ് തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുക. എന്തായാലും വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. തെലങ്കാന സ്വദേശിയാണ് സുദർശൻ റെഡ്ഡി. അദ്ദേഹം മുൻ ജസ്റ്റിസാണ്. അതോടൊപ്പം തന്നെ ഗോവയിലെ ആദ്യ ലോകായുക്തയാണ്. ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ആ രീതിയിൽ പ്രഗത്ഭനായ ആളെ തന്നെയാണ് ഇന്ത്യ സഖ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ നിരവധി പേരുകൾ ഇന്ത്യ സഖ്യത്തിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു M. അണ്ണാദുരൈ. ISRO ശാസ്ത്രജ്ഞനായ M. അണ്ണാദുരൈയുടെ പേരും നേരത്തെ ഇന്ത്യ സഖ്യം പരിഗണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ DMK നേതാവ് ട്രിച്ചി ശിവയുടെ പേരും നേരത്തെ പരിഗണിച്ചിരുന്നു. കൂടാതെ തുഷാർ ഗാന്ധിയുടെ പേരടക്കം ഇന്ത്യ സഖ്യം പരിഗണിച്ചിരുന്നതായി റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇരു മുന്നണികളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം 21-ന് നാമനിർദ്ദേശ പത്രിക നൽകുമെന്നാണ് മല്ലികാർജുൻ ഖാർഗെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ബി സുദർശൻ റെഡ്ഡിയെ പ്രഖ്യാപിച്ചതിലൂടെ ഒരു മത്സരത്തിന് കളമൊരുങ്ങി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു മത്സരത്തിലൂടെ തന്നെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴിയൊരുക്കുകയായിരുന്നു ഇന്ത്യ സഖ്യം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗികമായ പ്രഖ്യാപനം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ബി സുദർശൻ റെഡ്ഡിയെ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാർത്തു. ശരി, ജസ്റ്റിസ് ബി സുദർശനൻ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.